വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന വലിയ ശൃംഖല. വ്യാജരേഖ ചമച്ച് അവയവക്കടത്ത് നടത്തിയ കേസിന്റെ അന്വേഷണം നീളുന്നത് ഈ റാക്കറ്റിലേക്കാണ്. അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ കോട്ടയം സ്വദേശിനിയായ യുവതി കൂടി പിടിയിലായതോടെ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നാണ് സൂചന. മുംബൈയിലുള്ള അവയവ സ്വീകർത്താവിൻ്റെ അടുത്ത ബന്ധുവാണെന്ന് കാണിക്കുന്ന വ്യാജരേഖകൾ നിർമ്മിച്ചത് മായ എന്ന് പോലീസ് പറയുന്നു. മുഖ്യപ്രതി നജീബിൽ നിന്നാണ് ഈ യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അവയവക്കടത്ത് സംഘത്തിൽ നിന്ന് മായ പണം കൈപ്പറ്റിയതിൻ്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. അവയവക്കടത്ത് റാക്കറ്റിന് വേണ്ടി വ്യാജരേഖ ചമച്ചതിന് പിന്നിൽ കോട്ടയം സ്വദേശിനിയായ മായ എന്നാണ് പോലീസ് കണ്ടെത്തൽ. മായ റാക്കറ്റിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്പലമേട് പോലീസ് ഇതുവരെയും 4 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. മുംബൈയിലുള്ള അവയവ സ്വീകർത്താവിന്റെ അടുത്ത ബന്ധുവാണെന്ന് കാണിക്കുന്ന വ്യാജരേഖകൾ നിർമ്മിച്ചത് കോട്ടയം സ്വദേശിനിയാണെന്ന് പോലീസ് കണ്ടെത്തി. കേസിലെ മുഖ്യപ്രതിയായ നജീബ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് നേരത്തെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് യുവതിയുടെ പങ്കിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലും വേരുകളുള്ള വലിയൊരു സംഘടിത കുറ്റകൃത്യമാണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. ഇതിനുള്ള ഒരാളും കൂടി അറസ്റ്റ് ചെയ്യാൻ പറ്റി. കൺസെൻഷ്വൽ ആണ്. അഗൈൻ സെയിം അവർക്കൊരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് അവർ കിട്ടി. അത് കിട്ടിയതനുസരിച്ചിട്ട് കുറേ ഫഡ്ജിങ് ചെയ്തിട്ടുണ്ട് അവരുടെ റെക്കോർഡിൽ. അല്ലെങ്കിൽ അത് നേരത്തെ നമുക്ക് പറഞ്ഞതുപോലെ മറ്റേ 2 രീതിയിലാണ് ആർഗൻ ട്രാൻസ്ഫർ ആ റാക്കറ്റിൽ നടന്നിട്ടുള്ളത്. ഒന്ന് ഫോർ മണി വിച്ച് ഈസ് നോട്ട് അലൗഡ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ട്രേഡ്. ഓക്കെ, ഇറ്റ് ഈസ് വാളണ്ടറി ആണ്. ആ സിസ്റ്റം ബീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അറിഞ്ഞത് അത് നമുക്ക് ഡീപ്പായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ഇതിലൂടെ എന്താ പറയാം, അവർ ഇപ്പം അക്യൂസ്ഡ് ഘട്ടത്തിലാണ് നിൽക്കുന്നത്. കുറേ ഫഡ്ജിങ് നടന്നിട്ടുണ്ട്. കേസിലെ മുഖ്യ സൂത്രധാരനായ നജീബിൽ നിന്നും കുറ്റകൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി ഡിജിറ്റൽ രേഖകൾ അന്വേഷണ സംഘം കണ്ടെടുത്തു. ഇയാളുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണും പോലീസ് നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു. അവയവദാനം നടത്താൻ ആരെയും വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടില്ല എന്ന് നജീബ് മൊഴി നൽകിയിട്ടുണ്ട്. പ്രതി നജീബിന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നജീബ് വിവിധ കേസുകളിൽ കർണാടകയിൽ ഉൾപ്പെടെ പ്രതിയാണ്. കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിലെ അന്വേഷണം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും വ്യാപിപ്പിച്ചു. റാക്കറ്റുമായി ഡോക്ടർമാർക്ക് ബന്ധമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. തട്ടിപ്പ് നടന്നത് കല്ലത്രാസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിലാണ്. കോടികളുടെ ഇടപാടുകൾ നടന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഈ സാഹചര്യത്തിൽ അവയവ കച്ചവട റാക്കറ്റുമായി ആശുപത്രിക്കുള്ള ബന്ധത്തിലാണ് അന്വേഷണം. അവയവം ദാനം ചെയ്തയാളെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ഡോക്ടർമാരുടെ അറിവോടെയാണോ റാക്കറ്റ് ഒപ്പും സീലും ഉപയോഗിച്ചതിലും പരിശോധന നടത്തിവരികയാണ്. ജഡ്ജിമാരുടെ പേരിലും വ്യാജരേഖകൾ ചമച്ചുവെന്നും കണ്ടെത്തലുണ്ട്. ന്യൂസ് 18 കൊച്ചി. 2 പതിറ്റാണ്ടുകൾക്കിടെ നടന്ന കൂട്ടക്കൊലപാതകങ്ങളുടെയും ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കളുടെയും കഥ പറയുന്ന സ്ഥലം. കർണാടകയിലെ ധർമ്മസ്ഥലയിലെത്തിയാൽ ഇതുപോലെ ഭീതിപ്പെടുത്തുന്ന കുറേ കഥകൾ കേൾക്കാം. പെൺകുട്ടികളെ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലോടെയാണ് ധർമ്മസ്ഥലയിലെ പല രഹസ്യങ്ങളും പുറത്തു വന്നത്. പിന്നീട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം. ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ നിരവധി അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയെങ്കിലും കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചില്ല. ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവരുന്നു. ബംഗളഗുഡയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങളിൽ കൊലപാതകം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് FSL റിപ്പോർട്ട്. ഇതോടെ പ്രദേശം കേന്ദ്രീകരിച്ച് SIT സംഘം വീണ്ടും പരിശോധന ആരംഭിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം ധർമ്മസ്ഥല കേസിൽ വീണ്ടും വഴിത്തിരിവ്.
ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ച ബംഗളകുട്ടിയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളുടെ പരിശോധനാ ഫലം പുറത്തുവന്നു. കണ്ടെത്തിയ മനുഷ്യ അസ്ഥികൂട അവശിഷ്ടങ്ങളിൽ കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ടെന്നാണ് FSL റിപ്പോർട്ട്. 8 പൂർണ്ണ അസ്ഥികൂടവും 1000-ഓളം അസ്ഥികൂട അവശിഷ്ടങ്ങളുമാണ് ബംഗളകുട്ടിയിൽ നിന്നും കണ്ടെത്തിയിരുന്നത്. ഇതോടൊപ്പം കേസിലെ ആദ്യ സാക്ഷിയായ ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ബംഗളകുട്ടിയിൽ നിന്നുള്ളതാണെന്നും പരിശോധനാ ഫലത്തിലുണ്ട്. തലയോട്ടിയിൽ പതിഞ്ഞ മണ്ണും പ്രദേശത്തു നിന്നും ശേഖരിച്ച മണ്ണും തമ്മിൽ സാമ്യം കണ്ടെത്തി. തലയോട്ടി വ്യാജ തെളിവിനായി പുറത്തുനിന്നും എത്തിച്ചതെന്നായിരുന്നു നേരത്തെ ഉയർന്ന ആരോപണം. ധർമ്മസ്ഥലയിലെത്തി കാണാതായ കുടക് സ്വദേശികളുടെ DNA സാമ്പിളും പ്രദേശത്തു നിന്നും കണ്ടെത്തിയ അസ്ഥികൂടത്തിന്റേതും തമ്മിൽ സാമ്യം കണ്ടെത്തിയിട്ടുണ്ട്. 10 മാസത്തിന് ശേഷമാണ് ഇവയുടെ പരിശോധനാ ഫലം പുറത്തുവരുന്നത്. ഇതോടെ ബംഗളൂരുവിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും ബംഗളകുട്ടെ കേന്ദ്രീകരിച്ച് വീണ്ടും അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് നിരവധി മൃതദേഹങ്ങൾ ആസൂത്രിതമായി മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് സാക്ഷി മൊഴി. നേരത്തെ നിരവധി മൃതദേഹങ്ങൾ പ്രദേശത്ത് കുഴിച്ചിട്ടുണ്ടെന്നാണ് കേസിലെ പ്രധാന സാക്ഷി ചിന്നയ്യയുടെ മൊഴി. എന്നാൽ പിന്നീട് മൊഴി മാറ്റുകയായിരുന്നു. ഇത് സംബന്ധിച്ചും SIT അന്വേഷണം ഉണ്ടാകും. പുതിയ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ SIT സംഘം വൈകാതെ ബെൽത്തങ്ങാടി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്നായിരിക്കും വിശദമായ പരിശോധന സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാവുക. ന്യൂസ് 18 ധർമ്മസ്ഥല. നാട്ടുംപുറങ്ങളിലെ വെയിറ്റിംഗ് ഷെഡുകളിലും ചായക്കടകളിലും അന്തിച്ചർച്ചകൾ നടക്കുന്നത് കേട്ടിട്ടില്ലേ? രാഷ്ട്രീയം മുതൽ നാട്ടുവിശേഷങ്ങൾ വരെ സംസാരിക്കും. ആശയപരമായ സംവാദങ്ങളാണെങ്കിലും ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാം. കൊല്ലം ഏരൂരിൽ വാക്ക് തർക്കം കൊലപാതകത്തിലാണ് കലാശിച്ചത്. വെയിറ്റിംഗ് ഷെഡിൽ സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിച്ചിരിക്കെയുണ്ടായ തർക്കത്തിനിടെയാണ് ഭാരതിപുരം തുമ്പോട് സ്വദേശി സുകുമാരനെ കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ 2 പേരെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏരൂർ പത്തടി ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡിൽ സുകുമാരനും സുഹൃത്തുക്കളും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെയുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. കയ്യാങ്കളിക്കിടെ സുകുമാരന് കുത്തേറ്റു. ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷമാണ് പത്തടി വെയിറ്റിംഗ് ഷെഡിൽ അവിടെ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഞാൻ ഓടി അവിടെ ചെല്ലുമ്പോൾ കുത്തുകൊണ്ട സുകുമാരണ്ണൻ അവിടെ ഓടയ്ക്ക് സമീപമായി കിടക്കുന്നതാണ് കണ്ടത്. പോലീസും സംഭവ സ്ഥലത്ത് തന്നെ ആ സ്പോട്ടിലെത്തി. അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അറിയാൻ കഴിഞ്ഞ ആൾ മരണപ്പെട്ടു പോയി. വളരെ പ്രധാനമായൊരു സംഭവമായിരുന്നു. അവർ 3 പേരോ 4 പേരോ ആണ് ഉണ്ടായിരുന്നതാണ് നമുക്ക് അറിയാൻ പറ്റിയത്. സംഭവത്തിന് പിന്നാലെ പഴയരൂർ സ്വദേശികളായ ജോണിനെയും നിഹാസിനെയും ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിന് കാരണം ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 അഞ്ചൽ. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ രക്ഷിക്കാൻ പല ഒത്തുകളികളും നടന്നിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാൻ ഉന്നതതലത്തിൽ പോലും ഗൂഢാലോചനയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് SITയുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തിയെന്നും മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ലെന്നും അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടുവെന്നുമുള്ള കണ്ടെത്തലുകളാണ് SIT നടത്തിയത്. അതേസമയം വിവാദ ഉദ്യോഗസ്ഥരിൽ ഒരാളായ സന്ദീപ് മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ നിന്നും ഒഴിഞ്ഞു. മറ്റൊരു ഉദ്യോഗസ്ഥനായ അനിൽകുമാർ പിണറായിക്കൊപ്പം തുടരുകയാണ്.
നവകേരള യാത്രയ്ക്കിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസ് തുടക്കം മുതൽ അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പരാതിയുമായി AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും ആദ്യം സമീപിക്കുന്നത് സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ്. എന്നാൽ സൗത്ത് പോലീസ് കേസെടുക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അന്വേഷണ കാലയളവിൽ പരാതിക്കാർ നൽകിയ മൊഴി മുഴുവനായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും സൂചനയുണ്ട്. പഴയ കേസ് ഫയലുകൾ പരിശോധിച്ച SIT സംഘത്തിന് കേസിൽ പിണറായിയുടെ ഗൺമാന്മാരായിരുന്ന അനിൽ കല്ലിയൂർ, സന്ദീപ്, മറ്റ് 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ ചട്ടലംഘനം നടത്തിയെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. മർദ്ദന സമയത്തെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകനായ ജോജി മോനിൽ നിന്നും DYSP ബിജു പോലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീണ്ടും മൊഴി രേഖപ്പെടുത്തി. ഞാൻ നേരത്തെ കൊടുത്ത ആ മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആ വിഷ്വൽസ് എല്ലാം എന്നെ കാണിച്ചു. അപ്പം നമ്മളെടുത്ത വിഷ്വൽസ് തന്നെയാണ് നമ്മൾ കൺഫേം ചെയ്തത്. പിന്നെ നമ്മളെ വിഷ്വൽസ് കാണിച്ചുകൊണ്ട് നമ്മളെ കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതായത് ഇന്നാളെ അറിയോ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളെ അറിയാവുന്നവരൊക്കെ അറിയാവുന്ന, പിന്നെ ഗൺമാന്മാരെ അറിയാവുന്നത് അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഇന്നത്തെ സംഭവങ്ങൾ ഫുള്ള് നമ്മളെ കൊണ്ട് പിന്നെ ഒന്നുകൂടെ പറയിപ്പിച്ചു. ആ വിഷ്വൽ നിങ്ങളുടെ തന്നെയാണോ, ഇത് തന്നെ ഈ വിഷ്വൽസ് നിങ്ങൾ തന്നെ ഒന്നുകൂടെ നമ്മൾ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി അതൊന്ന് ചെയ്യായിരുന്നു. അടുത്ത ദിവസങ്ങളിലായി AD തോമസ് MLA-യുടെയും അജയ് ജുവൽ കുര്യാക്കോസിന്റെയും മൊഴി പുതുതായി എടുക്കും. അക്രമം നടന്ന കാലയളവിലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ ഗൺമാന്മാർക്കെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതും പിണറായിയുടെ സുരക്ഷാ ജീവനക്കാർക്കായി പൂഴ്ത്തിവെച്ചതായാണ് വിവരം. ഇടപെടലുകൾക്ക് പിന്നിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും പറയപ്പെടുന്നു. ന്യൂസ് 18 ആലപ്പുഴ. കേരളത്തിൽ സമീപകാലത്തായി ബൈക്ക് മോഷണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സാധാരണ വഴിയരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കൂട്ടുപൊളിച്ച് മോഷ്ടിക്കുന്നതാണ് രീതിയെങ്കിൽ യാത്രക്കാരെ ആക്രമിച്ച് ബൈക്ക് തട്ടിയടിക്കുന്ന സംഘങ്ങളും നാട്ടിൽ സജീവമാണ്. തൃശൂർ നഗരത്തിൽ 17-കാരനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ബൈക്ക് കവർന്നത്. പ്രതിയെ മണിക്കൂറുകൾക്കകം തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. പാലക്കാട് കണ്ണമ്പ്ര സ്വദേശി ദിലീപാണ് അറസ്റ്റിലായത്. തൃശൂർ നഗരത്തിൽ വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് 17-കാരന്റെ ബൈക്ക് തട്ടിയെടുത്തത്. ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപത്ത് താമസിക്കുന്ന കുട്ടിക്ക് ലഹരി മരുന്ന് നൽകാമെന്ന് പറഞ്ഞ് പ്രതി ഒപ്പം കൂടുകയായിരുന്നു. അങ്ങനെ ഇരുവരും ഒന്നിച്ച് സഞ്ചരിക്കുമ്പോൾ തന്റെ കൈവശം കത്തിയുണ്ടെന്നും അതുപയോഗിച്ച് കുത്തുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പിന്നീട് 17-കാരനെ പ്രതി ബൈക്കിൽ നിന്നും ഇറക്കി വിട്ടു. സംഭവത്തിന് പിന്നാലെ പോലീസിന് പരാതി ലഭിച്ചു. തുടർന്ന് തൃശൂർ ഈസ്റ്റ് പോലീസ് കള്ളന് വേണ്ടി നഗരത്തിൽ വല വിരിച്ചു. അങ്ങനെ നടത്തിയ തെരച്ചിലിലാണ് ലക്കാട് കണ്ണമ്പ്ര സ്വദേശി ദിലീപ് പിടിയിലായത്. ഇയാൾ നിരവധി ബൈക്ക് മോഷണ കേസുകളിലെ പ്രതിയാണെന്നാണ് വിവരം. മോഷ്ടിച്ച ബൈക്കുകളുടെ ഭാഗങ്ങൾ അഴിച്ചുമാറ്റിയും രൂപമാറ്റം വരുത്തിയും വിൽപ്പന നടത്തുന്നതാണ് ദിലീപിന്റെ രീതിയെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 തൃശൂർ. പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളും ഇതര സംസ്ഥാനക്കാരുടെ പ്രധാന താവളമാണ്. പ്ലൈവുഡ് ഫാക്ടറികളിലും നിർമ്മാണ മേഖലകളിലും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലും ജോലി തേടിയാണ് പലരും ഇവിടെ എത്തുന്നത്. എന്നാൽ ഇതിൻ്റെ മറവിൽ നിരവധി ക്രിമിനൽ സംഘങ്ങൾ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട്. ലഹരി മാഫിയയിലെ പ്രധാനികളും മോഷ്ടാക്കളും ഉൾപ്പെടുന്ന സംഘം നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. പകൽ സമയം ജോലി, രാത്രി കവർച്ചയും മയക്കുമരുന്ന് ഇടപാടുകളും. പെരുമ്പാവൂർ വാഴക്കുളത്ത് മുസ്ലിം പള്ളിയും ഭണ്ഡാരം തകർത്ത് മോഷണം നടത്താൻ ശ്രമിച്ചത് ഒരു ഇതര സംസ്ഥാനക്കാരനാണ്. കേസിൽ അസം സ്വദേശി അബിസുർ റഹ്മാനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച പുലർച്ചെയാണ് വാഴക്കുളം കുന്നുവഴിയിലെ റഹ്മാനിയ മസ്ജിദിന്റെ മുൻവശത്തെ ഭണ്ഡാരം തകർക്കാൻ ശ്രമമുണ്ടായത്. അതിനിടെ ശബ്ദം കേട്ട് പ്രദേശവാസികൾ ഓടിയെത്തിയതോടെ മോഷ്ടാവ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നീട് നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. പെരുമ്പാവൂർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പ്രതി അസം സ്വദേശി അബിസുർ റഹ്മാനെ കസ്റ്റഡിയിലെടുത്തു.
നാട്ടുകാർ ഓടിക്കൂടിയതിനാൽ ഇയാൾക്ക് ഭണ്ഡാരത്തിൽ നിന്നും പണം കൈക്കലാക്കാൻ സാധിച്ചില്ല. പെരുമ്പാവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ഇയാൾ നിരവധി മോഷണക്കേസുകളിൽ പ്രതിയാണെന്നാണ് വിവരം. പള്ളിയിൽ മോഷണം നടത്തിയ ശേഷം ട്രെയിനിൽ നാട്ടിലേക്ക് രക്ഷപ്പെടാനായിരുന്നു ഇയാളുടെ നീക്കമെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 പെരുമ്പാവൂർ. 2013 മലപ്പുറത്തേറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു പാണ്ടിക്കാട്ടെ വ്യാപാരി മുഹമ്മദിന്റെ കൊലപാതകം. രാത്രിയിൽ കടയടച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി പണം തട്ടിയെടുക്കാൻ കത്തികൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസ്. ആ കേസിൽ പ്രതികളായ പശ്ചിമ ബംഗാൾ സ്വദേശികളായ സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തെങ്കിലും അവർ ജാമ്യം കിട്ടി പിന്നീട് നാടുവിട്ടു. അതിനുശേഷം പോലീസ് 12 വർഷത്തോളം പ്രതികളെ തേടി അന്വേഷണം നടത്തി. അങ്ങനെ നാളുകൾ നീണ്ട അന്വേഷണത്തിന് ശേഷം കഴിഞ്ഞ ദിവസം കേസിലെ പ്രതിയായ സഞ്ജയ് റാണിയെ പോലീസ് പൊക്കുന്നു. ഒടുവിൽ കൂട്ടുപ്രതിയും സഹോദരനുമായ ബിജോയ് റാണിയും കീഴടങ്ങി. 12 വർഷമായി ഒഡീഷയിൽ രേഖകൾ തിരുത്തി ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ. രണ്ടായിരത്തി 2013 കിഴക്കേ പാണ്ടിക്കാട് സ്വദേശിയായ വ്യാപാരിയെ കഴുത്തുറത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് 12 വർഷം മുമ്പ് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ 2 പ്രതികളും വീണ്ടും പിടിയിലായത്. കേസിലെ 1ാം പ്രതിയും കൊലപാതകം നടത്തിയ ആളുമായ വെസ്റ്റ് ബംഗാൾ സ്വദേശി ബിജോയ് റാണയാണ് അറസ്റ്റിലായത്. ഒഡീഷയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ബിജോയ് റാണ കോടതിയിലെത്തി സ്വമേധയാ കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാളുടെ സഹോദരൻ സഞ്ജയ് റാണയെ അടുത്തിടെ ഒഡീഷയിലെത്തി പോലീസ് സാഹസികമായി കീഴടക്കിയിരുന്നു. 2 പ്രതികളും അറസ്റ്റിലായതോടെ കേസിന്റെ നടപടികൾ ഇനി വേഗത്തിലാകും. രണ്ടായിരത്തി 2013 നവംബറിലാണ് കടയടച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്ന പേർക്കുത്ത് മുഹമ്മദിനെ ബിജോയ് സഞ്ജയും ചേർന്ന് കിഴക്കേ പാണ്ടിക്കാട് ചിറ്റടിപ്പാടത്ത് വെച്ച് കഴുത്തറുത്ത് കൊന്നത്. വൈകാതെ തന്നെ ഇരുവരും പോലീസിന്റെ പിടിയിലായി. എന്നാൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ 2014 ജാമ്യത്തിലിറങ്ങിയ ഇരുവരും മുങ്ങുകയായിരുന്നു. ബിജോയ് റാണയാണ് മുഹമ്മദിനെ കൊലപ്പെടുത്തിയത്. കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നെന്നും തെളിവുകൾ നശിപ്പിച്ചെന്നുമാണ് സഞ്ജയ് റാണയ്ക്കെതിരായ കുറ്റം. 12 വർഷത്തോളമായി നടന്ന അന്വേഷണത്തിനൊടുവിൽ ഇരുവരും രേഖകൾ തിരുത്തി ഒഡീഷയിൽ ഒളിവിൽ കഴിയുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഒഡീഷയിലെത്തി സഞ്ജയ് റാണയെ പിടികൂടിയത്. അന്ന് ബിജോയ്ക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ന്യൂസ് 18 തിരൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.